ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് നമ്മൾ വായിക്കുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായം 29-30 വാക്യങ്ങൾ. യേശു അവരോട്, ദൈവരാജ്യ നിമിത്തം വീടോ ഭാര്യയോ സഹോദരന്മാരെയോ അമ്മയപ്പന്മാരെയോ മക്കളെയോ വിട്ടുകളഞ്ഞിട്ട് ഈ കാലത്തിൽ തന്നെ പല മടങ്ങായും വരുവാനുള്ള ലോകത്തിൽ നിത്യജീവനെയും പ്രാപിക്കാത്തവൻ ആരുമില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാവുന്നു. ഭാരിക്കുമോ. സന്യാസ ജീവിതം തിരഞ്ഞെടുത്ത് ദൈവിക ജീവിതം നയിക്കുന്ന, പുരോഹിത ജീവിതം നയിക്കുന്ന ഒരു കന്യാസ്ത്രീയുടെ ജീവിതം തിരഞ്ഞെടുത്ത് വിശുദ്ധ ജീവിതം നയിക്കുന്ന, അങ്ങനെയുള്ള എല്ലാവർക്കും വളരെ പ്രചോദനം നൽകുന്ന ഒരു വാക്കുകളാണ് നമ്മൾ വായിച്ചു കേട്ടത്. വീടോ സഹോദരന്മാരെയോ അമ്മയപ്പന്മാരെയോ വിട്ടുകളഞ്ഞിട്ട് തന്നെ പിൻചെല്ലുന്നവർക്ക് നിത്യജീവൻ ലഭിക്കാതിരിക്കുകയില്ല എന്നുള്ള ക്രിസ്തുവിൻ്റെ വാഗ്ദാനം. എന്നാൽ ഒരു കുടുംബസ്ഥനായ ഒരു വ്യക്തിക്ക് ഈ വാക്കുകൾ കേൾക്കുമ്പോൾ അതിൽ പറയുകയാണ്, തൻ്റെ ഭാര്യയോ മക്കളെയോ വിട്ടുകളഞ്ഞിട്ട് തന്നെ പിൻചെല്ലുന്ന ഒരു കാര്യം. ഇവിടെ ഒരു കുടുംബസ്ഥൻ എന്ന നിലയ്ക്ക്, ഒരു കുടുംബസ്ഥനി എന്ന നിലയ്ക്ക്, ഒരു അമ്മ എന്ന നിലയ്ക്ക്, ഒരു അപ്പൻ എന്ന നിലയ്ക്ക് നമുക്ക് ക്രിസ്തുവിനെ സ്നേഹിക്കുവാൻ സാധിക്കുമോ? അവനെ പിൻചെല്ലുവാൻ സാധിക്കുമോ? നമ്മളിൽ ചിലരെയും അവൻ്റെ ശുശ്രൂഷയ്ക്കായി, അവൻ്റെ വേലയ്ക്കായി ക്ഷണിക്കാതിരിക്കില്ല. ഒരു കുടുംബത്തെ പരിപാലിക്കുമ്പോൾ തന്നെ നമുക്ക് ചെയ്യുവാൻ സാധിക്കുന്ന ക്രിസ്തു വേലകൾ ധാരാളം നമ്മുടെ മുൻപിൽ വരും. എന്നാൽ നമ്മൾ അതിന് മുൻഗണന കൊടുക്കുന്നുണ്ടോ എന്നുള്ളത് മാത്രമാണ് നമ്മൾ ഒന്ന് ചിന്തിക്കേണ്ടത്. നമ്മുടെ വൃദ്ധരെ ശുശ്രൂഷിക്കുന്നതും, നമ്മുടെ അയൽക്കാരനൊരു താങ്ങും തണലുമാകുന്നതും, നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവവഴിയിൽ നടത്തുന്നതും, അനാഥരായവരെയും വിധവമാരെയും അവൻ്റെ നാമമഹത്വത്തിനായി അവരെ സഹായിക്കുന്നതും, ഇതെല്ലാം അവൻ്റെ വേലയാണ്. നമുക്ക് നമ്മുടെ പരിമിതികളുണ്ട്, നമ്മുടെ പ്രയാസങ്ങൾ, നമ്മൾ കടന്നു പോകുന്ന സഹനങ്ങൾ, നമ്മുടെ പ്രതിസന്ധികൾ, നമ്മുടെ ജീവിതത്തിലും ഒരുപാട് ആകുലതകൾ നമുക്ക് നിറഞ്ഞിരിക്കുന്ന ഒരു ജീവിതമായിരിക്കാം ക്രിസ്തു തന്നിരിക്കുന്നത്. എന്നാൽ ആ ആകുലതകളിലും ആ വേദനകളിലും നമുക്ക് ദൈവം തന്ന എല്ലാ ദുഃഖങ്ങളിലും എല്ലാ സൗകര്യങ്ങളിലും അവനെ ശുശ്രൂഷിക്കുവാൻ കഴിയുന്ന ഒരു വ്യക്തിയായി, അവനെ പിൻചെല്ലുവാൻ പറ്റുന്ന ഒരു വ്യക്തിയായി നമുക്ക് മാറുവാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നല്ലൊരു ദിവസം നേരുന്നു.